ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്താണെന്ന് ചർച്ച ചെയ്യുന്നു. ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ശരി, ഓക്കെ. സാധാരണഗതിയിൽ നമ്മള് എക്സ് വൈ സെഡ് ഈ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 3 കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ്. അപ്പൊ ഈ കോർഡിനേറ്റ്സ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആണ്. സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആണ് അത്. അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ഇവിടെ നമ്മൾ സ്പേഷ്യൽ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. നമ്മളിപ്പോ ഇതിന് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ പഠിക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം ഒരു ഓർബിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, അതിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ സ്പിൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. സ്പിൻ ആദ്യമായിട്ട് ഈ ഒരു കാര്യം സ്പിൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നു. സ്പിൻ, that is electrons are spinning around its axis, about its axis എന്ന് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഗോഡ്സ്മിത്ത് ആൻഡ് യൂലൻബർഗ്. ഈ 2 പേർ ചേർന്നിട്ടാണ് സ്പിൻ, ദാറ്റ് ഇസ് ഇലക്ട്രോൺസ് ആർ സ്പിന്നിങ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് എന്നുള്ള ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നു. അതിന് മുന്നേ തന്നെ ഇതിനെ കുറിച്ചുള്ള ചെറിയ ധാരണകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വരാനൊരു കാരണം, ചില അറ്റോമിക് സ്പെക്ട്ര, എസ്പെഷ്യലി ആൽക്കലി മെറ്റൽസിന്റെ അറ്റോമിക് സ്പെക്ട്ര എടുക്കുമ്പോൾ അതിനകത്ത് ഡബ്ലറ്റ് കാണുന്നുണ്ട് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. That is what is Zeeman effect. അല്ലെ, Zeeman effect. അപ്പോ Zeeman effect കൃത്യമായിട്ട് പരിശോധിച്ചപ്പോ അതിന് ഒരു കാര്യം മനസ്സിലാകും. എന്താണത്? ഒരു ആറ്റത്തിന്റെ സ്പെക്ട്ര സ്പ്ലിറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ആറ്റം ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എല്ലാറ്റിനെയും സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോ ആറ്റത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. സ്പെക്ട്ര കിട്ടുന്നത് ഇലക്ട്രോൺസിന്റെ എക്സൈറ്റേഷൻ, അല്ലെ? അബ്സോർപ്ഷൻ സ്പെക്ട്ര ആയാലും എമിഷൻ സ്പെക്ട്ര ആയാലും ഇലക്ട്രോൺസ് ആണ് ആ ഒരു എക്സൈറ്റേഷൻ വിധേയമാവുന്നത്. അപ്പൊ ഇവിടെ ആ ഇലക്ട്രോൺസ് ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. എന്നിട്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ. അപ്പൊ ഇലക്ട്രോണിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അത് സ്വയം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവണം. മൂവിങ് ചാർജ് ആണ്, തീർച്ചയായിട്ടും അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാല് ആ ഇലക്ട്രോൺ അതിന്റെ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് 2 പേരും കൂടി സ്പിൻ എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. അപ്പൊ 2 രീതിയിൽ സ്പിൻ ചെയ്യാം. ഒന്ന് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. നമ്മളതിനെ തൽക്കാലം അപ്പ് എന്നും ഡൗൺ എന്നും പറയും, അല്ലെ? നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു അപ്പ് പൊസിഷൻ, ഇതിനെ നമ്മള് ആൽഫ പൊസിഷൻ എന്നും ഇതിനെ ബീറ്റ പൊസിഷൻ എന്ന് പറയും. ബീറ്റ ഓറിയന്റേഷൻ ഓർ ആൽഫ ഓറിയന്റേഷൻ, ആൽഫ സ്പിൻ ഓർ ബീറ്റ സ്പിൻ, അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഒരു ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോണിന് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ വേവ് ഫംഗ്ഷനിൽ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന സ്പേഷ്യൽ കോർഡിനേറ്റ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ആ ഒരു 3 കോർഡിനേറ്റിന് പുറമെ ഇവിടെ സ്പിൻ എന്ന് പറയുന്ന സാധനം കൂടി പൗളി വലിയൊരു കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഓൾഫ്ഗാങ് പൗളി, നമുക്കറിയാം പൗളീസ് പ്രിൻസിപ്പിൾ, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് NLM? ഈ 3 ക്വാണ്ടം നമ്പേഴ്സ് നമുക്കറിയാം.
ഇതിന് പുറമെ നാലാമതൊരു ക്വാണ്ടം നമ്പർ കൂടി ഒരു ഇലക്ട്രോണിന് ഒരു സബറ്റോമിക് പാർട്ടിക്കിൾസിന് ഉണ്ട് എന്ന് പൗളി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇനി ഇവർ രണ്ട് ഗോൾഡ്സ്മിത്തും യൂലൻബർഗും ചേർന്നിട്ടാണ് ആ നാലാമത്തെ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ ആണെന്ന് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോണിനെ പറയണ എന്തൊക്കെയാ? NLM മതിയാവില്ല, ഒപ്പം അതിന്റെ സ്പിന്ന് കൂടി ഉൾപ്പെടുത്തണം. അങ്ങനെയാകും നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന XYZ ആണ്. അതിന്റെ കൂടെ നാലാമതൊരു ടേം കൂടി, ഒരു വാരിയബിൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. സിഗ്മ ഈസ് സ്പിൻ വാരിയബിൾ. ഓക്കെ, റൈറ്റ്. സ്പിൻ. അപ്പൊ ഇവിടെ ഇത് സ്പേഷ്യൽ പാർട്ടാണ്, ഇത് സ്പിൻ പാർട്ടാണ്. അപ്പൊ സ്പേഷ്യൽ പ്ലസ് സ്പിൻ പാർട്ട് ഓഫ് ദ വേവ് ഫംഗ്ഷൻ രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇവിടെ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ സ്പേഷ്യൽ പാർട്ടും സ്പിൻ പാർട്ടും എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ പാർട്ട് മീൻസ് ഓർബിറ്റൽ പാർട്ട് എന്നർത്ഥം അല്ലെ. സ്പേഷ്യൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ പാർട്ട് അല്ലെങ്കിൽ ഓർബിറ്റൽ പാർട്ടാണ്. ഫിസിക്കൽ മീനിങ് ഉണ്ട്. സ്പേഷ്യൽ പാർട്ടിന് ഒരു ഫിസിക്കൽ മീനിങ് ഉണ്ടെന്ന് അർത്ഥം, ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. പക്ഷെ സ്പിൻ അതില്ല, പ്രത്യേകിച്ച് ഫിസിക്കൽ മീനിങ് ഒന്നുമില്ല, അതിന്റെ സ്പിന്നിങ് മാത്രമാണ്. അപ്പൊ ഇവിടെ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ഡയമെൻഷണൽ റീജിയൻ ആണ്. അപ്പൊ കൃത്യമായിട്ടൊരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ അതിനുണ്ട്. അപ്പൊ ഈ സ്പേഷ്യൽ പാർട്ടും സ്പിൻ പാർട്ടും ഒരുമിച്ച് ചേർന്ന് എഴുതുന്നത് നമ്മള് സ്പിൻ ഓർബിറ്റ് എന്ന് പറയും. സ്പിൻ ഓർബിറ്റ്. ഓക്കെ, സ്പേഷ്യൽ പാർട്ടും അഥവാ ഓർബിറ്റൽ പാർട്ടും സ്പിൻ പാർട്ടും ഒരുമിച്ച് ചെയ്തതിന് നമ്മള് സ്പിൻ ഓർബിറ്റ് ഓർ സ്പിൻ ഓർബിറ്റർ എന്ന് പറയും. ഓക്കെ, ഓർത്തോണം, സ്പിൻ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഓർബിറ്റൽ മാത്രമല്ല, അതിന്റെ കൂടെ സ്പിന്ന് കൂടി ഉണ്ടാവണം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പോ 1s ഇതൊരു ഓർബിറ്റലാണ് അല്ലെ. ഹൈഡ്രജൻ ആറ്റമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ പറഞ്ഞാൽ നമ്മൾ 1s1 എന്ന് പറയും. 1s1 എന്താ അർത്ഥമാക്കുന്നത്? ഹൈഡ്രജന്റെ ഒന്നാമത്തെ ഷെല്ലുള്ള s ഓർബിറ്റിൽ ഉള്ള ഒന്നാമത്തെ ഇലക്ട്രോൺ അല്ലെ. അതല്ലെങ്കിൽ അതിനുള്ള ആകെ ഒരു ഇലക്ട്രോൺ 1 എന്ന് പറയുന്നത് എവിടെയുള്ളത്? 1s ഓർബിറ്റിലാണ്. റൈറ്റ്. അപ്പൊ നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ sin XYZ മതി. അതതിന്റെ ഓർബിറ്റൽ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനി അതിന്റെ സ്പിൻ ഓർബിറ്റിൽ നമ്മൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഈ 1s ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺ, ഫോർ എക്സാമ്പിൾ നമ്മൾ 1s ഇങ്ങനെ വരയ്ക്കുന്നു. 1s ഇതാണ് 1s എന്ന് വിചാരിക്കും. ഈ 1sലുള്ള ഈ ഇലക്ട്രോൺ അപ്പ് ആണോ അതോ 1s ഉള്ള അതേ ഇലക്ട്രോൺ ഡൗൺ ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ചേർത്ത് പറയും. ഇപ്പൊ നമുക്കറിയാം അപ്പ്, ഇത് ഡൗൺ ആണ്, അഥവാ ഇത് ആൽഫയാണ്, ഇത് ബീറ്റയാണ്. അപ്പൊ അത് ആൽഫ സ്പിന്നും അല്ലെങ്കിൽ ബീറ്റ സ്പിന്നും കൂടി ഇതിന്റെ കൂടെ ചേർക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1s ആൽഫ 1 or 1s beta 1. ഇങ്ങനെ എഴുതുമ്പോഴാണ് അത് എന്താവുന്നത്? സ്പിൻ ഓർബിറ്റിലാണ്. സ്പിൻ ഓർബിറ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർബിറ്റൽ പാർട്ടും ഉണ്ടാവും, അഥവാ സ്പേഷ്യൽ പാർട്ടും ഉണ്ടാവും, പിന്നെ അതിന്റെ സ്പിന്നും ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തെ ഇലക്ട്രോൺ ആൽഫ സ്പിന്നിൽ 1s ഓർബിറ്റിൽ ഇരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ഇലക്ട്രോൺ ബീറ്റ സ്പിന്നിൽ 1s ഓർബിറ്റിൽ ഇരിക്കുന്നു. അങ്ങനെ ഓർബിറ്റൽ പാർട്ടും അഥവാ സ്പേഷ്യൽ പാർട്ടും സ്പിൻ പാർട്ടും കൂടി ഒരുമിച്ച് ചേർത്ത് എഴുതുന്നതിനാണ് നമ്മുടെ സ്പിൻ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്കൊരു സ്പെസിഫിക് എക്സാമ്പിൾ എടുത്താൽ, ഇപ്പൊ ഹൈഡ്രജന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാം psi NLM r theta phi
r theta phi. കോർഡിനേറ്റ് ഉണ്ട് നമുക്ക്, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് അല്ലെ. ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം 1s1 കോൺഫിഗറേഷൻ, എസിനെ സംബന്ധിച്ചിടത്തോളം n is equal to 1, l is equal to 0, m equal to 0. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? psi1 0 0 എഴുതാം. And for hydrogen atoms, psi1 0 equal to psi1 0 0 is equal to z cube by pi whole raised to 1 by 2 e raised to minus zr, where z is effective nuclear charge. നമ്മൾ ഹൈഡ്രജൻ ആറ്റം പഠിച്ചപ്പോൾ അതിന്റെ ഫൈനൽ വേവ് ഇക്വേഷൻ ഇത് എഴുതിയിട്ടുണ്ട്. Can just check your equation. z cube by pi whole raised to 1 by 2 e raised to minus zr. ഇതാണ് അതിന്റെ വേവ് ഫംഗ്ഷൻ അഥവാ ഓർബിറ്റൽ റെപ്രസെന്റേഷൻ. ഇനി ഇതിന്റെ സ്പിൻ ഓർബിറ്റൽ എഴുതണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ എന്തും കൂടി ചേർക്കേണ്ടി വരും? സിഗ്മ കൂടി ചേർക്കേണ്ടി വരും, അഥവാ ആൽഫ സിഗ്മ എന്ന് ചേർക്കേണ്ടി വരും. സിംപ്ലി ആൽഫ എന്ന് ചേർക്കേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത സ്പിൻ ആയിട്ടുള്ള psi1 0 0 equal to z cube by pi whole raised to 1 by 2 e raised to minus zr beta എന്ന് ചേർക്കണം. ഓക്കെ, അപ്പൊ ഈ ഓർബിറ്റൽ പാർട്ടും സ്പിൻ പാർട്ട്, ഓർബിറ്റൽ പാർട്ട് സ്പിൻ പാർട്ട്. ഒരു കാര്യം നമ്മളിവിടെ ചെയ്തു തരും, ഇറ്റ് ഈസ് പ്ലസ് ഹാഫ് എന്ന് കിട്ടും, ഇവിടെ മൈനസ് ഹാഫ് എന്ന് കൂടി ചേർക്കണം. ഇവിടെ നോക്കിക്കോളൂ, 4 ക്വാണ്ടം നമ്പറോ n, l, m ആൻഡ് ms. റൈറ്റ്. അപ്പൊ ഈ സ്പിൻ എന്താണെന്ന് നമുക്കറിയാം. സ്പിൻ ഈക്വൽ ടു റൂട്ട് ഓഫ് s into s plus 1 h by 2 pi അല്ലെ. ഇതാണ് സ്പിൻ മൊമെന്റം എന്ന് പറയുന്നത്. സ്പിൻ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് s into s plus 1 h by 2 pi ആണ്. അപ്പൊ ഇവിടെ s സ്പിൻ ക്വാണ്ടം നമ്പർ, അപ്പൊ 4ാമത്തെ ക്വാണ്ടം നമ്പർ കൂടിയിട്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. റൈറ്റ്. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ കംപ്ലീറ്റ് പാർട്ടാണ് നമ്മൾ സ്പിൻ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം വാട്ട് ഈസ് സ്പിൻ ഓർബിറ്റൽ എന്നാണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചുക, എന്താണ് സ്പിൻ ഓർബിറ്റൽ എന്നത്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ 1s ആൽഫ 1 അല്ലെങ്കിൽ 1s ബീറ്റ 1, ഇത് ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം, ഹൈഡ്രജൻ ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഹീലിയം ആണെങ്കിൽ നമുക്കറിയാം ഹീലിയം 1s2 ആണ്. റൈറ്റ്. ഹീലിയം 1s2 ആണ്. 1s2 ആകുമ്പോൾ 2 ഇലക്ട്രോൺ വരുമ്പോൾ 4 പോസിബിലിറ്റീസ് ഉണ്ടാവും. If n is the number of electrons, then there are n factorial combinations possible. ഇപ്പൊ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 2 factorial, that is 2 in 1. Sorry, 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ it is the normalization constant. Just leave them. So 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് 4 കോമ്പിനേഷൻ പോസിബിൾ ആണ്. ഇപ്പൊ ഇത് ഒരു 1s, ഇതും 1s എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. റൈറ്റ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 1s2. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഈ ഒരു റെപ്രസെന്റേഷൻ ആണ്. ദാറ്റ് ഈസ് 1s. രണ്ട് 1s2 തന്നെയാണ്. നമ്മുടെ ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ 1s2 ആണ്.
then ഒന്നാമത്തെ ഇലക്ട്രോൺ ഇതിപ്പം ഫസ്റ്റ് ഇലക്ട്രോൺ ഇത് സെക്കൻഡ് ഇലക്ട്രോൺ. ഓക്കെ, ഇത് ഫസ്റ്റ് ഇലക്ട്രോൺ ഇത് സെക്കൻഡ് ഇലക്ട്രോൺ. ഈ കോൺഫിഗറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഓറിയന്റേഷനിൽ ഒന്നാമത്തെ ഇലക്ട്രോൺ 1s ആൽഫ സ്പിന്നില്, രണ്ടാമത്തെ ഇലക്ട്രോൺ 1s ആൽഫ സ്പിൻ. ഇവിടെ ഒന്നാമത്തെ ഇലക്ട്രോൺ 1s ബീറ്റ സ്പിൻ, രണ്ടാമത്തെ ഇലക്ട്രോണും 1s തന്നെ ബീറ്റ സ്പിൻ. ഇവിടെ ഒന്നാമത്തെ ഇലക്ട്രോൺ 1s ആൽഫ സ്പിൻ, പക്ഷെ രണ്ടാമത്തെ ഇലക്ട്രോൺ 1s ബീറ്റ സ്പിൻ. നമുക്കിതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി നാലാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 1s ഒന്നാമത്തെ ഇലക്ട്രോൺ ഈ ലെഫ്റ്റ് കൊടുത്തിരിക്കുന്നൊക്കെ ഒന്നാമത്തെ ഇലക്ട്രോൺ 1s ഓർബിറ്റില് ബീറ്റ സ്പിന്, രണ്ടാമത്തെ ഇലക്ട്രോൺ 1s തന്നെ ആൽഫ സ്പിൻ. അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതിനെ നമുക്ക് 1s ആൽഫ 1 1s ആൽഫ 2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. റൈറ്റ്, രണ്ടാമത്തതിനെ 1 2 3 4. സെക്കൻഡ് വൺ 1s ബീറ്റ 1 1s ബീറ്റ 2. നമുക്ക് പറയാം ഒന്നാമത്തെ ഇലക്ട്രോൺ ആൽഫ സ്പിന്നില് 1s, രണ്ടാമത്തെ ഇലക്ട്രോൺ ആൽഫ സ്പിന്നില് 1s തന്നെ, ഒന്നാമത്തെ ഇലക്ട്രോൺ ബീറ്റ സ്പിന്നില് 1s, രണ്ടാമത്തെ ഇലക്ട്രോൺ ബീറ്റ സ്പിന്നില് 1s. മൂന്നാമത്തത് 1s ആൽഫ 1 1s ബീറ്റ 2. ഒന്നാമത്തെ ഇലക്ട്രോൺ ആൽഫ സ്പിന്നിൽ 1s, രണ്ടാമത്തെ ഇലക്ട്രോൺ പക്ഷെ ബീറ്റ സ്പിന്നിൽ അതേ ഓർബിറ്റിൽ. Then fourth one 1s alpha 2, രണ്ടാമത്തെ ഇലക്ട്രോൺ 1s ആൽഫ പൊസിഷനിൽ, then 1s ബീറ്റ 1. അങ്ങനെ 4 പോസിബിലിറ്റീസ് നമുക്ക്, 4 ഓറിയന്റേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. ഇനി ഇതിൽ നമ്മൾ 2 പോസിബിലിറ്റി ഉണ്ടല്ലോ അല്ലെ, ഒന്നാമത്തെ ഇലക്ട്രോൺ ആൽഫ, രണ്ടാമത്തെ ഇലക്ട്രോൺ ബീറ്റ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഇലക്ട്രോൺ ബീറ്റ, രണ്ടാമത്തെ ഇലക്ട്രോൺ ആൽഫ. അപ്പൊ നമുക്ക് ഇതിനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ടെടുക്കാം. 2 പോസിബിലിറ്റി ഒരേപോലെ ഉള്ളതുകൊണ്ട് ഈ ഒരു പോസിബിലിറ്റി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആ പോസിബിലിറ്റി ഒരേപോലെ ഉള്ളതുകൊണ്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ചെയ്യുന്ന പോലെ ഈ 2 സാധ്യതയെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ടെടുക്കും. psi is equal to you can put it as phi, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ ചെയ്യാം. സ്പിൻ ഓർബിറ്റില് ഡസന്റ് മാറ്റർ. This is equal to 1s alpha 1 plus or minus 1s beta 2 plus or minus 1s alpha 2 1s beta 1. ഇങ്ങനെ എഴുതാം. റൈറ്റ്, ഇനി നമ്മൾ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ, നിങ്ങളോട് മിസ്റ്റേക്കിലി പറഞ്ഞ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഉണ്ട്. ദിസ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് n equal to 1 by root n factorial ആണ്. The number of electrons 2, then 1 by root 2 factorial, that is 1 by root 2. If it is 3 electrons, then 1 by root 3 factorial, that is 6. If it is 4 electrons, then 1 by root 4 factorial, that is 24, like that. n. Then ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ psi plus എന്നത് തൽക്കാലം psi plus, which is equal to n into 1s alpha 1 1s beta 2 plus
1s alpha 2, 1s beta 1. First representation, plus representation. Then next side minus n is equal to n into 1s alpha 1, 1s beta 2 minus 1s alpha 2, 1s beta 1. അപ്പൊ ഈ 3, 4 ചേർത്തിട്ട് നമുക്ക് ഇതിനെ 3, 4 എന്ന് പറയാം. ഓക്കെ, ഈ 3, 4 ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1, 2 ഇത് കിട്ടും, പിന്നെ 3, 4 ഇതാണ് കിട്ടുന്നത്. And here, since it connects 2 electrons, n is 1 by root 2. ഓക്കെ, എന്ന് വിട്ടേക്കെ, എന്ന് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇനിയാണ് നമ്മള് ഹീലിയം ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് പോസിബിലിറ്റി എന്ന് പറയുന്നത് psi 1, 2 which is equal to 1s1, 1s2. ഒന്നാമത്തെ ഇലക്ട്രോൺ 1s തന്നെ, രണ്ടാമത്തെ ഇലക്ട്രോൺ 1s തന്നെ. ഇറ്റ് ഈസ് സിംപ്ലി ഓർബിറ്റൽ റെപ്രസെന്റേഷൻ. അത് സ്പിൻ ഓർബിറ്റൽ അല്ല, ശ്രദ്ധിച്ചോളൂ, ബട്ട് ഇറ്റ് ഈസ് സ്പിൻ ഓർബിറ്റൽ. psi 2 എന്ന് പറഞ്ഞാൽ which is equal to 1s2, 1s1. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒന്നാമത്തെ ഇലക്ട്രോൺ 1s ഇങ്ങനെ, രണ്ടാമത്തെ ഇലക്ട്രോൺ 1s. നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഇലക്ട്രോൺസിന് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ബട്ട് ഹിയർ psi 1, 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു psi 2, 1 സ്ക്വയർ. That is psi 1, 2 is equal to plus or minus psi 2, 1. ശരിക്കും ഈ റെപ്രസെന്റേഷൻ ആണ് നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പ്ലസ് ഓർ മൈനസ് ടേബിള് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാമെന്ന് അർത്ഥം. റൈറ്റ്? ഇപ്പൊ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. psi 1, 2 is equal to എന്താണ്? psi 1, 2 is equal to plus psi 1, 2. That is psi 1, 2 itself. Or psi 1, 2 is equal to minus of psi 1. Sorry, psi 2, 1. Minus of psi 2, 1. രണ്ട് സാധ്യതയാണുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോ സൈനിൽ വ്യത്യാസം വന്നില്ല. ഇവിടെയും പോസിറ്റീവ് ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ്. There is no sign change. No sign change. But in this case, ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോ 1, 2 എന്നുള്ള 2, 1 ആക്കിയപ്പോ നെഗറ്റീവ് ആയി. There is a sign change. അങ്ങനെ ഇലക്ട്രോൺ പൊസിഷൻ മാറ്റുമ്പോൾ സൈൻ ചെയിൻ സംഭവിക്കാത്ത, സൈൻ വ്യത്യാസം വരാത്ത ഓർബിറ്റലുകളെ നമ്മൾ സിമെട്രിക്, നോട്ട് ഓർബിറ്റൽ, വേവ് ഫംഗ്ഷൻസ്. വേവ് ഫംഗ്ഷൻസ് ഓർത്തോണം. ഇലക്ട്രോൺസ് ഇന്റർചേഞ്ച് ചെയ്താൽ, ഇലക്ട്രോൺസിന്റെ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്താൽ സൈൻ മാറാത്ത വേവ് ഫംഗ്ഷനെ നമ്മൾ സിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. സിമെട്രിക് വേവ് ഫംഗ്ഷൻ. സൈൻ ഇലക്ട്രോൺ പൊസിഷൻ മാറ്റുമ്പോൾ, ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലസ് മൈനസ് ആവോ അല്ലെ മൈനസ് പ്ലസ് ആവോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം വേവ് ഫംഗ്ഷൻസിനെ നമ്മൾ ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ പറയും. ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ. അപ്പൊ ഒരു കാര്യം മനസ്സിലാവും, ഈ സാധനം, ഈ psi 1, 2 ആന്റി സിമെട്രിക് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, psi 1, 2 തന്നെ സിമെട്രിക്കും ആവാം. ആ രണ്ട് പോസിബിലിറ്റി നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോവാണ്. ഓക്കെ, രണ്ട് പോസിബിലിറ്റി ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോവാണ്. അപ്പോ ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് ഇത്രേ ഉള്ളൂ. ഇലക്ട്രോൺസിന്റെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അവയെ നമ്മൾ ആന്റി സിമെട്രിക് എന്ന് പറയും. ഇഫ് ദർ ഇസ് നോ സൈൻ ചേഞ്ച്, ഇറ്റ് ഈസ് കോൾഡ് സിമെട്രിക് വേവ് ഫംഗ്ഷൻ. സോ an anti-symmetric wave function is the wave function in which the interchange of the electron position causes a sign change. Interchange of electron positions leads to sign change of the wave function. Okay. ഇനി നമ്മൾ ഇതേ സാധനം, ഇതേ ആശയം ഇവിടെ ഈ രണ്ട് കേസ്
അപ്പൊ നമുക്ക് ഒന്നുകൂടി 4 പോസിബിലിറ്റി എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് 1s alpha 1 1s alpha 2. രണ്ടാമത്തെ പോസിബിലിറ്റി 1s beta 1 1s beta 2. മൂന്നാമത്തെ പോസിബിലിറ്റി 1/√2 1/√2 that is n into 1s alpha 1 1s beta 2 plus 1s alpha 2 1s beta 1. And fourth possibility, that is 1/√2 1s alpha 1 1s beta 2 minus 1s alpha 2 1s beta 1. ഈ 4 പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. ഓക്കെ, ഇതില് ലാസ്റ്റിലൊക്കെ രണ്ടാണ്. ഇതില് നിങ്ങൾ ഇന്റർചേഞ്ച് ചെയ്ത് നോക്കിയാൽ ഈ 1 ഇവിടെയും ഈ 2 ഇവിടെയും കൊടുത്താൽ 1s alpha 2 1s alpha 1 ഉണ്ട് അല്ലെ. ഈ 2 ഇലക്ട്രോൺ മാറ്റിയാല് 1s alpha 2 1s alpha 1 ഉണ്ട്. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. 1s alpha 2 1s alpha 1 എന്ന് പറയുന്നത് 1s alpha 1 1s alpha 2 എന്ന് പറയുന്നതിന് തുല്യമാണ്. സോ ഇറ്റ് ഈസ് സിമെട്രിക്. ഇവിടെ അതിന് കേട്ടോ 1s beta 2 1s beta 1 അല്ലെ. ഒന്നാമത്തെ ഇലക്ട്രോൺ എടുത്തിട്ട് ഇവിടെ ഇട്ടു, രണ്ടാമത്തെ ഇലക്ട്രോൺ എടുത്തിട്ട് ഇവിടെ. ബ്രാക്കറ്റിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഫസ്റ്റ് ഇലക്ട്രോൺ, സെക്കൻഡ് ഇലക്ട്രോൺ, സോ ആൻഡ് സോ. So these are equal, so it is also symmetric. മൂന്നാമതൊന്ന് പരിശോധിക്കാം നമുക്ക്. മൂന്നാമതൊന്ന് പരിശോധിക്കുകയാണ്. സോ തൽക്കാലം n നമ്മൾ ഒഴിവാക്കുന്നു. നമുക്ക് 2 സാധ്യതയാണുള്ളത്. ഇത് നമ്മൾ psi പ്ലസ് എന്നാണ് ഇരിക്കുന്നത് അല്ലെ. psi പ്ലസ് ഇറ്റ് ഇസ് ഓൾസോ റിട്ടൺ ആസ് psi s, psi symmetric. എന്തുകൊണ്ടാണെന്ന് പറയാം. psi പ്ലസ് 1 2 psi പ്ലസ് 1 2 psi plus 1 2 എന്താണ്? Equal to 1s alpha 1 1s beta 2 ആ ഓർഡറിലാണ് പോകും. plus 1s alpha 2 1s beta 1. ഇതാണ് psi 1 2 എന്ന് പറയുന്നത്. psi plus 2 1 എഴുതിയാൽ എന്ത് വരും? ഇലക്ട്രോൺ നമ്മൾ പൊസിഷൻ മാറ്റുന്നു, ഇലക്ട്രോൺസിന്റെ പൊസിഷൻ മാറ്റുന്നു. സോ വി ഗെറ്റ് 1s alpha 2 1s beta 1. ഓക്കെ, 1 ഇവിടെ ഇട്ട് 2 ഇവിടെ എടുത്തിട്ട് പ്ലസ് 1s alpha 1 1s beta 2. ഈ രണ്ടാമത്തെ ഇലക്ട്രോണിനെ ഈ പൊസിഷനിൽ ഇട്ടു, ഒന്നാമത്തെ ഇലക്ട്രോൺ ഇപ്പുറത്തെ പൊസിഷനിൽ ഇട്ടു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു വ്യത്യാസമില്ല. 1s alpha 1 1s beta 2 1s alpha 1 1s beta 2 plus 1s alpha 2 1s beta 1. Both are same. That means what? Psi plus 1 2 is equal to psi plus 2 1. Psi plus 1 2 is equal to psi plus 2 1 or psi s, this one. So this one is also symmetric because when we interchange the position of electrons, when we interchange the electron position, there is no sign change. Sign of the wave function remain the same. So this one, that is this one, it is symmetric. It is symmetric. Then നമ്മൾ രണ്ടാമത്തെ എടുത്തു നോക്കാം. ഏതാണത്? That is fourth one. അപ്പൊ നമ്മൾ അതിനെ psi മൈനസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനെ psi പ്ലസ് എന്ന് എഴുതിയ psi പ്ലസിനെ psi s എന്ന് എഴുതുന്നത് psi പ്ലസ് എന്ന് എഴുതും or psi s. ഇത് സിമെട്രിക് ആയതുകൊണ്ടാണ് psi s എന്ന് എഴുതുന്നത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. സാധാരണ psi പോസിറ്റീവ് എന്നാണ് എഴുതാറ്. ദാറ്റ് ഈസ് സിമെട്രിക് വേവ് ഫംഗ്ഷൻ. ലീനിയർ കോമ്പിനേഷനിലുള്ള ഒന്നാമത്തത് സിമെട്രിക് ആണ്. രണ്ടാമത്തെ psi മൈനസ് ആണ്.
of 1, 2 is equal to 1s alpha 1, 1s beta 2 minus 1s alpha 2, 1s beta 1. ഇതേ സൈൻ മൈനസ് 2 ആണ് ഇട്ടാൽ ഇലക്ട്രോണിന്റെ പൊസിഷൻ മാറ്റും. ദാറ്റ് ഈസ് ഇത് ഇവിടെയും ഈ രണ്ടാമത്തെ ഇലക്ട്രോൺ ഇവിടെയും. സോ വി ഗെറ്റ് 1s alpha 2 comes here, 1s beta 1 minus 1s alpha 1, 1s beta 2. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിക്കോളൂ. ഇവിടെ 1s alpha 1, 1s beta 2 പോസിറ്റീവ് സൈൻ ആണ്. പക്ഷെ രണ്ടാമത്തതില് 1s alpha 1, 1s beta 2 നെഗറ്റീവ് സൈൻ ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ 1s alpha 2, 1s beta 1 നെഗറ്റീവ് സൈൻ ആണ് ഇവിടെ. പക്ഷെ രണ്ടാമത്തിൽ 1s alpha 2, 1s beta 1 ഇതേ ടേം പോസിറ്റീവ് സൈൻ ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? മൈനസ് 1s alpha 2, 1s beta 1 പ്ലസ് 1s alpha 1, 1s beta 2 ഇതേ സാധനം കിട്ടും. ഇതിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ സാധനം കിട്ടുന്ന അർത്ഥം. ദാറ്റ് മീൻസ് psi negative 1, 2 is equal to minus of psi negative 2, 1. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് രണ്ട് സാധ്യതകൾ psi 1, 2 equal to psi 2, 1. ഒന്നാമത്തെ ഈ കേസ് പറഞ്ഞ പോലെ ഇപ്പോ psi 1, 2 is negative of psi 2, 1. That means when we interchange the electron position, sign of the wave function changes. So this combination, this wave function, it is anti-symmetric. The fourth wave function is anti-symmetric with respect to interchange of electron position. Okay. ഇപ്പൊ എന്താണ് ആന്റി-സിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ? ഓക്കെ, സോ എനി വേവ് ഫംഗ്ഷൻ it does not change its sign when we interchange the electron position. It is called symmetric wave function. And wave function which undergo sign change when we interchange the electron position are called anti-symmetric wave function. അപ്പൊ ഇലക്ട്രോൺ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ മാറ്റം വരാത്തത് സിമെട്രിക് വേവ് ഫംഗ്ഷനും, ഇലക്ട്രോൺ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ മാറ്റം വരുന്നത് എന്താണ്? ആന്റി-സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആയിരിക്കും. ക്ലിയർ? ആൻഡ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. You can suggest or you can comment your doubts. Thank you for watching.